നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ദ്രപ്രസ്ഥം കീഴടക്കി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാകാൻ കച്ചകെട്ടിയിരുന്ന മമതാ ബാനർജിക്ക് വീണ്ടും കനത്ത തിരിച്ചടി. ഇക്കുറി സുപ്രീം കോടതിയാണ് ആ അടി കൊടുത്തിരിക്കുന്നത്. മറ്റൊന്നുമല്ല, തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടി ശരിവെച്ചു സുപ്രീം കോടതി. അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണ് ഇത് മരവിപ്പിച്ചത്. ആ തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർട്ടിക്ക് കടുത്ത തിരിച്ചടി നൽകിയാണ് പരമോന്നത കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് ചോദ്യം ചെയ്തും ഇടക്കാല ആശ്വാസം ആവശ്യപ്പെട്ടും ആണ് തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജിയിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. വിഷയത്തിൽ കൽക്കട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ തികച്ചും സന്തുലിതമാണെന്ന് നിരീക്ഷിച്ച ജസ്റ്റിസുമാരായ എം സുന്ദരേഷ്, പി വരാലെ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കൽക്കട്ട ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പൂർണ്ണമായും ശരിവച്ചത്. ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന പ്രധാന ഹർജിയിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ ഇടക്കാല ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഏതാണ്ട് 440 കോടിയിലധികം രൂപ നിക്ഷേപമുള്ള 3 പ്രധാന HDFC ബാങ്ക് അക്കൗണ്ടുകളാണ് ED മരവിപ്പിച്ചത്. അനധികൃത സാമ്പത്തിക ഇടപാടുകളിലൂടെയും സ്വാധീനം ദുരുപയോഗം ചെയ്തും സമാഹരിച്ച തുക ഈ അക്കൗണ്ടുകളിലൂടെ വകമാറ്റിയെന്നാരോപിച്ചാണ് കേന്ദ്ര ഏജൻസി നടപടിയെടുത്തത്. അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ ജീവനക്കാരുടെ ശമ്പളം കൊടുക്കാനോ പാർട്ടിയുടെ ദിനംപ്രതിയുള്ള ദൈനംദിന ചെലവുകൾ നടത്താനോ കഴിയാത്ത അവസ്ഥയാണെന്ന് തൃണമൂലിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയെ അറിയിച്ചു. എന്നാൽ അന്വേഷണ പുരോഗതിയും ED സമർപ്പിച്ച കൃത്യമായ രേഖകളും പരിശോധിച്ച ശേഷം കൂടുതൽ ഇളവുകൾ അനുവദിക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല. അതേസമയം പാർട്ടിയുടെ ദൈനംദിന നടത്തിപ്പുകൾക്കും അത്യാവശ്യ ചെലവുകൾക്കുമായി ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് തുക വിനിയോഗിക്കുന്നതിന് കോടതി നിയമിച്ച സ്പെഷ്യൽ ഓഫീസർക്ക് മുന്നിൽ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ തൃണമൂൽ കോൺഗ്രസ്സിന് സുപ്രീം കോടതി അനുമതി നൽകിയിട്ടുമുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതിനായുള്ള അപേക്ഷ സ്പെഷ്യൽ ഓഫീസർക്ക് സമർപ്പിക്കാമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ, അതേസമയം സാമ്പത്തിക അന്വേഷണത്തെ തടസ്സപ്പെടുത്താത്ത വിധത്തിലുള്ള മധ്യസ്ഥ നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചതെന്നും അതിൽ ഉടൻ ഇടപെടേണ്ട സാഹചര്യമില്ലെന്നും വ്യക്തമാക്കിയാണ് പരമോന്നത കോടതി ഹർജികൾ തീർപ്പാക്കിയത്. എന്തായാലും മമതാ ബാനർജിക്ക് കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അഴിമതിയിലൂടെയും സ്വജനപക്ഷപാതത്തിലൂടെയും മറ്റ് അനധികൃത ഇടപാടുകളിലൂടെയും സമാഹരിച്ച വൻ തുകയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകളിൽ ഒളിപ്പിച്ചിരുന്നത്. അത് കേവലം ഈ 3 HDFC ബാങ്കിലെ 3 അക്കൗണ്ടുകളിൽ മാത്രമാണ് ആ പണമുള്ളതെന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് അത് മറ്റു പല സംവിധാനങ്ങളിലൂടെ ആ പണം മമതാ ബാനർജി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. പക്ഷേ കേന്ദ്രം ഭരിക്കുന്നത് BJP ആയതുകൊണ്ടും സംസ്ഥാന ഭരണം മമതയ്ക്ക് നഷ്ടപ്പെട്ട് അത് BJPയുടെ കൈകളിൽ എത്തിയതുകൊണ്ടും അനങ്ങാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല ഇപ്പോഴുള്ളത്, സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. മമത വളരെയധികം ഭയപ്പെടണം. കാരണം ഈ എന്തെങ്കിലും ഒരു തെളിവ് ഈ കാര്യത്തിൽ, അതായത് ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ഈ അഴിമതിയിലൂടെ സമാഹരിച്ചു വച്ചിരിക്കുന്ന പണം ഏതെങ്കിലും വിധത്തിൽ മമത കൈകാര്യം ചെയ്യാൻ തുനിഞ്ഞാൽ, അതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവ് കയ്യിൽ കിട്ടിയാൽ ആ നിമിഷം ഒന്നുകിൽ ED അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ മമതയെ പൊക്കും. പിന്നെ അഴിക്കുള്ളിലായിരിക്കും മമതയുടെ ജീവിതം. അത് മമതയ്ക്ക് നന്നായിട്ടറിയാം. ഇതുവരെയുള്ളത് രാഷ്ട്രീയമായ സംഘർഷങ്ങളും മറ്റ് പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കേസുകളാണ്. എന്നാൽ ഇതങ്ങനെയല്ല. ഈ പറഞ്ഞതുപോലെ ED അല്ലെങ്കിൽ ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ മമത പെട്ടാൽ, ED അടക്കമുള്ള ഏജൻസികൾ മമതയെ പൂട്ടിയാൽ പിന്നെ അടുത്ത കാലത്തെങ്ങും മമതയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന് മറ്റാരെക്കാളും നന്നായിട്ട് മമതയ്ക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് മമത വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, അഴിമതിയുടെ തേർവാഴ്ചയായിരുന്നു ബംഗാളിൽ. പ്രത്യേകിച്ചും
മമതയുടെ 15 വർഷത്തെ ഭരണത്തിൽ ഏറ്റവും ഒടുവിലത്തെ 5 വർഷം ബംഗാളിനെ കട്ടുമുടിക്കുകയായിരുന്നു മമത. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രവൃത്തികളിലൂടെ സമ്പാദിച്ച പണം, അഴിമതി പണം, അത് മമത ഒരിക്കലും തൃണമൂൽ കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകളിൽ അല്ല സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് ഇഡിക്കും സംസ്ഥാന സർക്കാരിനും ഒക്കെ നല്ല ബോധ്യമുണ്ട്. അത് മമത വളരെ രഹസ്യമായി ചില ബിനാമി ഇടപാടുകളിലൂടെ ഓപ്പറേറ്റ് ചെയ്യുന്ന വിധത്തിലാണ് അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഇഡിക്കും സംസ്ഥാന സർക്കാരിനും ഒക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. തെളിവിൻ്റെ ഒരു കണികയെങ്കിലും കിട്ടിയാൽ അത് മമതയെ സംബന്ധിച്ചിടത്തോളം ഒരു 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 അവസാനം, മമത എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ ജീവിതം അവിടെ അവസാനിക്കുകയാണ്. അത് മമതയ്ക്ക് നന്നായിട്ടറിയാം. എന്തായാലും സുപ്രീം കോടതിയിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വിധി, കൽക്കട്ട ഹൈക്കോടതിയുടെ വിധിക്കെതിരെ തൃണമൂൽ കോൺഗ്രസും മമതയും സമർപ്പിച്ച ഹർജി തീർപ്പാക്കിക്കൊണ്ട് ഇതിലിടപെടാൻ കഴിയില്ല, അതിലിടപെടേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സുപ്രീം കോടതി വളരെ കൃത്യമായി നിലപാടെടുത്തിരിക്കുന്നു. നീതിന്യായ വ്യവസ്ഥയുടെ മഹത്വം ഒരിക്കൽ കൂടി ബോധ്യപ്പെടുന്ന വിധത്തിലാണ് സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എല്ലാം കൊണ്ടും മമതയ്ക്ക് സമ്പൂർണ്ണമായും രാഷ്ട്രീയമായും നിയമപരമായും സാമൂഹികമായും ഒക്കെ മമതയ്ക്ക് കനത്ത തിരിച്ചടികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മമതയുടെ ഈ രാഷ്ട്രീയ വളർച്ച ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം.